ജീവിതകാലത്തെ അധ്വാനം മുഴുവൻ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി തീരുന്നൊരവസ്ഥ. ഞങ്ങളിവിടെ ഒരു മൂലയ്ക്ക് ഇരുന്നു, ഞങ്ങൾ പിന്നെ നനഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ കറണ്ടും ഇല്ല, വെളിച്ചവും ഇല്ലാണ്ട് 2000 മരങ്ങളിൽ ഏകദേശം 1200 മരങ്ങളോളം ചുവടെ പിഴുന്നതാണ്. കാവിലുംപാറ മരുതൂങ്കര മലയോര മേഖലയിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടം. പുലർച്ചെ 2 മണിയോടെ ആഞ്ഞുവീശിയ കാറ്റിലാണ് വ്യാപക കൃഷിനാശമുണ്ടായത്. നിരവധി വീടുകൾക്കും കേടുപറ്റി. പുലർച്ചെ 2 മണി മുതൽ ഇടവിട്ടുണ്ടായ കാറ്റിലാണ് കാവിലുംപാറ പഞ്ചായത്തിലെ മുറ്റത്തെപ്ലാവ്, വട്ടിപ്പന, പൊയിലോഞ്ചാൽ, കുണ്ടുതോട്, ചീളിയാട്, മാമ്പിലാട്, നാഗമ്പാറ, ചാപ്പൻതോട്ടം തുടങ്ങിയ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മരം വീണ 7 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും തകർന്നു. വീടിന്റെ മേൽക്കൂര എടുത്തെറിഞ്ഞപ്പോൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് മുറ്റത്തെപ്ലാവിലെ ബിന്ദു ഷാജി പറഞ്ഞു. ഇന്നലെ ഒരു 1:45 ആയപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ എണീറ്റിരുന്നു. നേരം ഭയങ്കര കാറ്റ്, ഒരു 4 പ്രാവശ്യമെങ്കിലും പെര ഇങ്ങനെ ഇളക്കി കളിച്ചു. ഭയങ്കര സൗണ്ടിലുള്ള ഇതായിരുന്നു. 3 പ്രാവശ്യം നല്ല ഇങ്ങനെ പെര പൊക്കിപ്പോ കളിച്ചു. പിന്നെ മൊത്തത്തിൽ അപ്പാടെടുത്തങ്ങ് പോയി. ഞങ്ങളിവിടെ ഒരു മൂലയ്ക്ക് ഇരുന്നു, ഞങ്ങൾ പിന്നെ നനഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ കറണ്ടും ഇല്ല, വെളിച്ചവും ഇല്ലാണ്ട് ഒരു വീട്ടിലേക്കും പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാറ്റായതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനും പറ്റിയില്ല. പിന്നെ പേടിക്കാണ്ടോ മൊത്തം പോയി. സർക്കാരിനോട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം. ജാതി, കവുങ്ങ്, തെങ്ങ്, വാഴ തുടങ്ങിയ കാർഷിക വിളകളും വ്യാപകമായി നശിച്ചു. കോടികളുടെ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് അതിശക്തമായ കൊടുങ്കാറ്റ് തന്നെയാണ് ഉണ്ടായത്. എൻ്റെ പറമ്പിലുണ്ടായിരുന്ന 2000 മരങ്ങളിൽ ഏകദേശം 1200 മരങ്ങളോളം ചുവടെ പിഴുന്നതാണ്. ബാക്കിയുള്ള മരങ്ങളിലൊക്കെ തന്നെയും അതിൻ്റെ ബ്രാഞ്ചുകളും അതുപോലെ ബാക്കിയുള്ള എല്ലാ സാധനവും അടിച്ചു തകർക്കുകയും ഗ്രാമ്പൂ മരങ്ങൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊക്കോ, ജാതി, തെങ്ങ്, കവുങ്ങ് അടക്കമുള്ള മുഴുവൻ കൃഷികളും നിലംപരിശായ സ്ഥിതിയിലാണ്. കാർഷിക വൃത്തി തന്നെ വേണ്ടെന്ന് വെക്കേണ്ട സ്ഥിതിയിലേക്ക് കർഷകരെ എത്തിക്കുകയാണ്. ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഒരു ഭാഗത്ത്, പ്രകൃതിക്ഷോഭങ്ങൾ വേറൊരു ഭാഗത്ത്. എങ്ങനെ കർഷകർ ജീവിക്കുമെന്നുള്ളതിനെപ്പറ്റി ആവലാതിലാണ്. ഞാൻ മാത്രമല്ല, ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ മൃഗങ്ങൾ നഷ്ടപ്പെട്ടവർ ഒക്കെ ഒട്ടനവധിയായിട്ട് കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി. കാവിലുംപാറ പഞ്ചായത്തിൻ്റെ 5-ാം വാർഡിൽ ബാലൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. മലയോര മേഖലയിലെ വൈദ്യുതി ബന്ധവും നിലച്ചു. രാവിലെ ഗ്രാമീണ റൂട്ടുകളിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. വീടുകൾക്ക് മുകളിലും റോഡിലും വീണ മരങ്ങൾ മുറിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. മലയോര മേഖലയിൽ പൂർണ്ണമായിട്ട് ഇന്നലെ കാറ്റ് വളരെ താണ്ഡവമാടിയിരിക്കുകയാണ്. പിന്നെ എല്ലാ കൃഷിക്കാരൻ്റെ നമുക്ക് വന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്, വളരെ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. ഉള്ള ജാതി, കൊക്കോ, അതുപോലെ തന്നെ കവുങ്ങ്, തെങ്ങ്, എല്ലാ കൃഷികളും നശിച്ചിരിക്കുകയാണ്. ഈ മലയോര മേഖലയിലുള്ള ആൾക്കാർ ഈ കാട്ടുമൃഗങ്ങളോടും അതുപോലെ തന്നെ പൊരുതി നടത്തിയ ഈ കൃഷിയാണ് ഇങ്ങനെ നശിച്ചിരിക്കുന്നത്. ഇത് വളരെ നഷ്ടം കണക്കാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സാധാരണക്കാരൻ്റെ ഇതിപ്പം നിലവിലുള്ള മരങ്ങൾ, വീണു പോകാത്ത മരങ്ങളിൽ തന്നെ അതിൻ്റെ കായ്ഫലങ്ങൾ മൊത്തമായി നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കർഷകന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തര സഹായം നൽകണമെന്നാണ് ഒരു വാർഡ് മെമ്പർ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. കർഷകർ വളരെ ദുരിതത്തിലാണ്. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയിലാണ് കർഷകരുള്ളത്. അതുകൊണ്ട് ഇവരെ സഹായിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു. ഈ പ്രദേശത്തെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണുള്ളത്. ജീവിതകാലത്തെ അധ്വാനം മുഴുവൻ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി തീരുന്നൊരവസ്ഥ. എല്ലാവരും രൂക്ഷമായ രീതിയിൽ കൃഷിനാശം എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. തെങ്ങ്, ജാതി, ഗ്രാമ്പു, കൊക്കോ, കവുങ്ങ്, അങ്ങനെ സകല കൃഷികളുമുള്ള പറമ്പുകൾ കംപ്ലീറ്റ് പൂർണ്ണമായും തന്നെ എല്ലാ കൃഷിയും നശിച്ച രീതിയിലായിരിക്കുന്നു. ഗവൺമെൻറ് തലത്തിൽ നിന്നും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഉചിതമായ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ വേണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ കൃഷിക്കാർക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ വളരെ എല്ലാവരും ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെയാണ് കൃഷി നശിച്ചിരിക്കുന്നത്. എനിക്കൊരു 4-5 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ സകലമാന കൃഷി ഏകദേശം പൂർണ്ണമായി തന്നെ നശിച്ചിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.